ഞാൻ 8 പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 4 വിജയിച്ചിട്ടുണ്ട്. 2 ഇപ്പൊ ഗർഭിണികളാ. ദിവ്യ, ഇനി ഇത് വെറും ഒരു ആരോപണം മാത്രമായി ഒതുങ്ങി പോകില്ല. ഇതിനി നിയമ നടപടി, അതായത് പോലീസിൽ കേസ് നൽകുകയും അത് പോലീസിൽ പരാതി നൽകുകയും അതൊരു കേസായി മാറി നിയമ നടപടി ഈ പറയുന്ന 6 പേർ കേട്ട് തെറ്റിച്ചാ ഇരുന്നപ്പോഴത്തേക്കും ജയസൂര്യ പുറകെ പെട്ടെന്ന് ഓടി വന്നിച്ച് പറഞ്ഞു, മിനു, ഐ വോണ്ട് ടു ടെൽ യു, ഒരു കാര്യം പറയണം, യെസ് ഓർ നോ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ എന്തേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ യു, വരാൻ താല്പര്യമുണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ പിൽക്കാലത്തുണ്ടാവും. ഒരു കാര്യം അറിയാവോ, ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ എടുത്ത് ഞാൻ മുന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. ഉള്ളിക്കൊന്നും ഇഷ്ടമല്ലേ, ഭയങ്കര ഉപദേശമാ. പിന്നെ ഞാനതൊക്കെ എടുത്ത് ഇന്റർനെറ്റിൽ കൊടുക്കും. അപ്പൊ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, പറയാ. അതെ, ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സാരി ഇങ്ങനെ ഞൊറിഞ്ഞെല്ലാം പതൊക്കെ താഴെയിട്ടുണ്ട്. ഇദ്ദേഹങ്ങൾ പുറകിൽ നിന്ന് ജയസൂര്യ വന്ന പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയത്തേക്കും എന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അത് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിക്കുക, ഒരു ഷോക്കായി പോരും. അത് ഒരു നടന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തള്ളി മാറ്റി ഓടി താഴോട്ട് പോയി. പിന്നെ ഞാൻ